കൊമേഴ്സ് സ്ട്രീമിൽ +2 കഴിഞ്ഞല്ലേ? പിന്നെ നമ്മളെ ഫ്രണ്ട്സ് പോകുന്ന അതേ കോഴ്സിന് എന്താക്കണം, നമുക്ക് പോകണം. അതല്ല നമ്മളെ സ്വാഭാവികമായിട്ടുള്ള ഉദ്ദേശം. അല്ലെങ്കിൽ ചില ആൾക്കാർ എന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് കോഴ്സ് എടുക്കാനുള്ള തീരുമാനിക്കാനുള്ള ചാൻസ് ഒന്നുമില്ല. വീട്ടുകാരും നാട്ടുകാരും ഒരു കോഴ്സ് അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടാവും, അത് പഠിച്ചോളുക എന്നുള്ളതാണ് നെക്സ്റ്റ് ടീം. പിന്നെ മൂന്നാമത്തെ ടീം എന്ന് പറഞ്ഞാൽ ഒരു 4 വർഷം അടിച്ച് പൊളിച്ച് ജീവിക്കണം, ഒന്നും നോക്കണ്ട, ജീവിതം ആസ്വദിച്ചും 4 വർഷം കൊണ്ടുപോകണം. ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്താൽ മതി, നമ്മളെന്താക്കും 4 വർഷം കൊണ്ടുപോകണം. ഇനി ചില ആൾക്കാർക്ക് ഈ നാട്ടിൽ നിൽക്കണ്ട, നമ്മുടെ നാട്ടിൽ നിൽക്കണ്ട, നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പഠിക്കണം. അതിനുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യം മാത്രമേ ഉള്ളൂ, പഠിപ്പ് എന്തെങ്കിലും കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. പിന്നെ വേറെ ടൈപ്പ് ആൾക്കാർ പരസ്യം നോക്കും, കുറേ പരസ്യം നോക്കും. എന്നിട്ട് പരസ്യം ഏറ്റവും നല്ല പരസ്യം ഏതാണോ ആ ഒരു കോഴ്സ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്ക് 6 മാസം കൊണ്ട് ജോബ് ഉറപ്പാണ്, ഒരു 10 ലക്ഷത്തിൻ്റെ ജോബ് പഠിച്ചു കഴിഞ്ഞ പാട് 10 ലക്ഷം സാലറി, അങ്ങനെ പല ക്രൈറ്റീരിയ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ വിദേശ യാത്ര, ടൂർ ഉണ്ടാവും, നിങ്ങൾ കോഴ്സ് പഠിച്ച ടൂറിന് നിങ്ങൾ കൊണ്ടുപോകും. ഇതെല്ലാം ആ ഒരു കോഴ്സിൻ്റെ ക്രൈറ്റീരിയാസ്. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വെച്ച് നമ്മൾ പോകുന്നതാണെങ്കിൽ നമ്മൾ അവർ എന്താണ് ഉദ്ദേശിച്ചത് ആ രീതിയിലാണ് നമ്മൾ സ്വാഭാവികമായിട്ടും എത്തുക. പക്ഷേ നമ്മുടെ ടേസ്റ്റുമായിട്ട് അത് യോജിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്താക്കുന്നില്ല, നമ്മൾ ഈ ടൈം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പം നമ്മൾ ഈ കോഴ്സിന് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ബോധം നമുക്ക് കൃത്യമായിട്ട് വേണം. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് എന്താണ്, നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഭാവിയിൽ ഉണ്ടാവണം, അതൊരു ജോബിലേക്ക് പോകണം, അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്നത്, അല്ലാണ്ട് വേറെ ഉദ്ദേശമൊന്നുമില്ല. നമ്മൾ രസത്തിന് വേണ്ടിയിട്ട് ആരും കോഴ്സ് പഠിക്കുന്നില്ലല്ലോ. അപ്പം നമ്മുടെ ക്രൈറ്റീരിയ സ്വാഭാവികമായിട്ട് എന്തായിട്ടുണ്ടാവണം, ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്കൊരു ജോബിന് പോകണം, ഒരു ജോബ് എടുക്കണം എന്നുള്ള രീതിയിലാണ്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് ബിസിനസ് ചെയ്യണം. ഇതാണ് സ്വാഭാവികമായിട്ടുള്ള ക്രൈറ്റീരിയ. നമുക്ക് ഒന്നാമത്തെ ക്രൈറ്റീരിയ നോക്കാം. ഓൺ ജോബ്, നമുക്കൊരു ജോബിന് പോകുന്നതാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഫസ്റ്റ് തീരുമാനിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കൊമേഴ്സ് ഫീൽഡിലാണെങ്കിൽ നമുക്ക് എവിടെ ഏത് പൊസിഷനിലാണ് നമ്മൾ ജോബ് ചെയ്യേണ്ടത്. നമ്മളൊരു അക്കൗണ്ടിങ് ക്ലർക്കായിട്ട് നമ്മൾ ജീവിതകാലം പോയാൽ മതിയോ, അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് ആയിട്ട് പോയാൽ മതിയോ, അല്ലെങ്കിൽ ഒരു CFO, ബിസിനസ്സിന്റെ കമ്പനീൻ്റെ ഏറ്റവും ടോപ്പിലുള്ള CFO ആയിട്ട് പോകണോ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റിംഗ് മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് ആ രീതിയിലുള്ള ഇത് കൊമേഴ്സ് ഫീൽഡിലെ ഡിഫറെന്റ് നമുക്ക് സ്ട്രീമിലേക്ക് ഏത് പൊസിഷനിൽ വർക്ക് ചെയ്യണം എന്നുള്ള ധാരണ വെച്ചിട്ട് വേണം നമ്മൾ എന്താക്കാൻ ഇന്ന് നമ്മൾ കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു മലയാളികൾ, ആവറേജ് മലയാള സമയത്തോളം നമ്മൾ പഠിപ്പ് കഴിഞ്ഞ് ജോലിക്ക് കയറിയാൽ പിന്നെന്തില്ല, പഠിപ്പ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെ തീർന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല ശരിക്കും വേണ്ടത്. അതിനുശേഷം കൃത്യമായിട്ട് പഠിച്ചാലും മാത്രം. കാരണം ഇന്നത്തെ കാലത്ത് ഓരോ വർഷവും ഓരോ മാസവും പുതിയ പുതിയ ടെക്നോളജീസ് കാര്യങ്ങൾ വരുന്നു, പഠിച്ചുകൊണ്ട് നിൽക്കുക എന്ന് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു 5 വർഷം, നമുക്ക് ഒരു 10 വർഷത്തേക്ക് നോക്കണം, ഒരു 5 വർഷത്തേക്കുള്ളിൽ നമ്മൾ ഏത് പോസ്റ്റിലെത്തണം, ഒരു 5 വർഷത്തിനുള്ളിൽ എനിക്ക് ഒരു വലിയ കമ്പനി, ഒരു റിലയൻസിൻ്റെ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലെത്തണമെങ്കിൽ ഞാൻ എന്ത് പഠിക്കണം? BCom പഠിച്ചാൽ പോരല്ലോ, സ്വാഭാവികമായിട്ടും ഒരു ഹയർ സ്റ്റഡീസ് നമ്മൾ പഠിക്കണം. അപ്പോൾ ആ രീതിയിലുള്ള നമ്മൾ കോഴ്സ് ആയിരിക്കണം ഇപ്പം നമ്മൾ എടുക്കേണ്ടത്. അത് നമ്മൾ പ്രാക്ടിക്കലുമായിട്ട് നമുക്കിത് എങ്ങനെ നമുക്ക് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും, അതിനുള്ള ഒരു ഇൻസൈറ്റും കൂടി നമ്മൾ എന്താക്കണം, ഇപ്പോഴേ ചോദിച്ച് മനസ്സിലാക്കണം. കാരണം ഇന്നത്തെ കാലത്ത് ഡാറ്റ വളരെ സുലഭമാണ്. നമുക്ക് ഏത് കോഴ്സിനെ പറ്റിയിട്ട് നമുക്ക് ഇന്ന് ChatGPT അടിച്ചാൽ നമുക്ക് ഏത് കോഴ്സിനെ പറ്റി എന്ത് രീതിയിൽ വേണം നമുക്ക് എന്താക്കും കിട്ടും. ACCയെ പറ്റി അറിയണോ, CMനെ പറ്റി അറിയണോ, ഇന്ത്യൻ CA പറ്റി അറിയണോ, BComനെ പറ്റി അറിയണോ, എന്നെ CPA എന്ത് പ്രൊഫഷണൽ കോഴ്സും എന്ത് വേണോ, അത് വിദേശ രാജ്യത്താലും പോലും നമുക്ക് എന്ത് വേണമെങ്കിൽ നമുക്ക് അതിൽ ഇപ്പം ഡാറ്റ ഇന്ന് കൃത്യമായിട്ടുണ്ട്. നമ്മൾ എന്താക്കിയാൽ മതി, അത് നമ്മൾ മനസ്സിലാക്കി ഏത് കോഴ്സിന് പോകണം എന്നുള്ള നമ്മൾ തീരുമാനം എടുക്കുക വേണ്ടത്. അത് കൃത്യമായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി ആ ഫീൽഡിൽ ഉള്ള ആളടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ എന്താക്കണം, ആ ഒരു കോഴ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ആളെ നോക്കാം. രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാർ ബിസിനസ് തുടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ ഒരു +2 കഴിഞ്ഞിട്ട് ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടുകാർക്കുള്ള എതിർപ്പുണ്ടാവും, നാട്ടുകാർക്കുള്ള എതിർപ്പുണ്ടാവും, ഫ്രണ്ട്സിൻ്റെ അടുത്തുള്ള എതിർപ്പുണ്ടാവും. ഇതേ എതിർപ്പെല്ലാം മറികടന്ന് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ഗഡ്സുള്ള ആൾക്ക് മാത്രമേ അത് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ വീട്ടുകാർക്ക് മിനിമം സപ്പോർട്ട് ഉണ്ടാവണം. അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമേ നമുക്ക് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റൂ. അല്ലാത്തവർക്ക് സ്വാഭാവികമായിട്ടും ജോബിലേക്ക് പോകാന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ബിസിനസ് വളരെ മോശമുള്ള പരിപാടിയൊന്നുമല്ല, ബിസിനസ് നല്ല പരിപാടിയാണ്. പക്ഷേ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ നമുക്കൊരു സേവ്, ഇപ്പം ഒരു 5 വർഷം കഴിഞ്ഞ് നമുക്കൊരു ബിസിനസ് തുടങ്ങണം. അതിന് ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പ് കഴിഞ്ഞ പാടെ ഒരു ബിസിനസ് തുടങ്ങണം. ആ ബിസിനസ് തുടങ്ങണമെങ്കിൽ നമുക്ക് ഫിനാൻസ് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വലിയ കാര്യമാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അറിയില്ലെങ്കിൽ നമുക്ക് എന്താക്കാൻ കഴിയില്ല, നമ്മൾ വളരെ ബുദ്ധിമുട്ടും, ഇനീഷ്യൽ സ്റ്റേജിൽ വളരെ ബുദ്ധിമുട്ടും. അപ്പോൾ നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള MBA പഠിക്കണോ, MBA പഠിക്കുന്നത് എവിടെ പഠിക്കണം, CA പഠിക്കണോ, അത് എങ്ങനെ പഠിക്കണം, അതിൻ്റെ ആർട്ടിഫിഷ്യപ്പ് എങ്ങനെ ചെയ്യണം,
പിന്നെ നമുക്ക് മീൻസ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് രണ്ടും കൂടി ഒപ്പരം കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് എന്താക്കാം, നമ്മളെ സ്റ്റഡീസ് കൊണ്ടുപോകാം. കാരണം നമ്മൾ ഇപ്പോൾ ഡിഗ്രി പോകുന്നതാണെങ്കിൽ നമുക്ക് 3 വർഷം അവിടെ പോയിട്ട് എന്തായാലും നമ്മൾ 4 വർഷം ഇപ്പം എന്തായാലും ചിലവാക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബിസിനസ് മാനേജ് ചെയ്യാൻ പറ്റുമോ, അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക. ഇനി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ സ്റ്റഡീസ് മാത്രം കോൺസെൻട്രേഷൻ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ ബിസിനസ്സിൽ പോകണം. ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ ഈ കൊമേഴ്സ് ഫീൽഡിൽ നമുക്ക് എന്താക്കാൻ പറ്റും, അത് പഠിക്കാൻ പറ്റും. അപ്പം ആ രീതിയിൽ നമുക്ക് എന്താക്കാം, ബിസിനസ്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ അല്ലെങ്കിൽ മീൻസ് അതൊരു 5 വർഷം കഴിഞ്ഞ് നമ്മളൊരു ഓൺ ജോബ് കയറിയിട്ട് അതിൽ നിന്ന് കുറച്ച് വരുമാനം ഉണ്ടാക്കി നമ്മളൊരു ക്വാളിറ്റി തെളിയിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ബിസിനസ്സിൽ നീങ്ങാൻ ഉദ്ദേശിച്ചെങ്കിൽ അങ്ങനെ. അപ്പോൾ നമുക്ക് ഏത് കോഴ്സ് എങ്ങനെ, ഏത് പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള തീരുമാനം നിങ്ങൾ എപ്പോൾ എടുക്കണം, ഇപ്പോൾ എടുക്കണം. ആരുടെ ഇതിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഈ 5 ക്രൈറ്റീരിയ പറഞ്ഞ ആളെ രീതിയിൽ എടുക്കുന്നുണ്ടെങ്കിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിലേക്കാണ് പോവുക. പക്ഷെ അത് നമുക്ക് മനസ്സിലാണ്ട് അവരെന്താ ഉദ്ദേശം നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമുക്കൊരു ഉദ്ദേശം ഇല്ലാണ്ട് നമ്മൾ കോഴ്സ് എടുക്കുന്ന രീതിയിലാവും. പക്ഷെ നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ ഒരു കോഴ്സ് എടുത്താൽ നമുക്ക് എന്താക്കാൻ പറ്റും, നമ്മളൊരു സക്സസ് പോയിന്റിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ എടുക്കുന്ന തീരുമാനം ഇപ്പം കൃത്യമായിട്ടുള്ള തീരുമാനം നിങ്ങൾ എടുത്താൽ ഭാവിയിൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.